നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ കുടുംബമായി താമസിക്കുന്ന പ്രവാസികൾക്ക് വലിയ വെല്ലുവിളിയാണ് കുടുംബ ബജറ്റ് താളം തെറ്റാതെ നോക്കുക എന്നത്. എന്തിന് ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിനാൽ കുടുംബമായി താമസിക്കാൻ പ്രവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ പ്രവാസികൾക്ക് വലിയ ആശ്വാസമായി തീർന്നിരിക്കുകയാണ് യുഎഇയുടെ നടപടി. വിലക്കയറ്റത്തിന് കടിഞ്ഞാൻ ഇടുന്നതിനാൽ അടുത്ത വർഷം മുതൽ ഈ 9 ആവശ്യങ്ങളുടെ വില അനധികൃതമായി വർദ്ധിപ്പിക്കാനാകില്ല. അനധികൃതമായി വില വർദ്ധിപ്പിക്കാൻ സാധിക്കാത്ത അവശ്യ വസ്തുക്കൾ ഇവയാണ്: പാചക എണ്ണ, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ, അരി, പഞ്ചസാര, കോഴി, പയർവർഗ്ഗങ്ങൾ, റൊട്ടി, ഗോതമ്പ് എന്നിവയുടെ അനധികൃത വില വർധനയ്ക്കാണ് യുഎഇ സാമ്പത്തിക മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തുക. ഉപഭോക്താക്കളെ വിലക്കയറ്റത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഇതിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത്. ഈ പട്ടികയിലുള്ള മിക്ക അവശ്യ സാധനങ്ങളും നിത്യേന ഉപയോഗിക്കുന്നവയാണ്. അതിനാൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് വില അനധികൃതമായി കൂട്ടുന്നതിന് തടയിടുന്നത് സാധാരണക്കാരായ പ്രവാസി കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. വിതരണക്കാർ, ചില്ലറ വ്യാപാരികൾ, ഡിജിറ്റൽ വ്യാപാരികൾ എന്നിവർ പുതിയ നിയമം നടപ്പിലാക്കണം. പുതുക്കിയ വില ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കുകയും വേണം. തീരുമാനങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണവും മിന്നൽ പരിശോധനയും ഊർജിതമാക്കും. പുതിയ വില നിയന്ത്രണ നയത്തിന്റെ ഭാഗമായി അവശ്യ സാധനങ്ങളുടെ വില നിർണ്ണയത്തിന് മേൽനോട്ടം വഹിക്കാൻ ഒരു പ്രത്യേക വിദഗ്ധ സംഘത്തിന് രൂപം നൽകും. ഈ സമിതി വില വർധനവിനുള്ള അപേക്ഷകൾ വിലയിരുത്തുകയും പരാതികൾ അന്വേഷിക്കുകയും ചെയ്യും. യുഎഇ സാമ്പത്തിക മന്ത്രാലയം 2025 ജനുവരി 2 അഥവാ അടുത്ത ചൊവ്വാഴ്ച മുതൽ ഈ 9 തരം അവശ്യ സാധനങ്ങളുടെ കാര്യത്തിൽ പുതിയ വില നിർണ്ണയം നയം നടപ്പിലാക്കും. ഇതുപ്രകാരം ഈ സാധനങ്ങളുടെ ഏത് വില വർധനവിനും മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. അടുത്ത വർഷം മുതൽ ഈ അടിസ്ഥാന സാധനങ്ങളുടെ വിലയിൽ തുടർച്ചയായി 2 വർധനവുകൾക്കിടയിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും വേണ്ടി വരുമെന്നും പുതിയ നിയമം അനുശാസിക്കുന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ ഭേദഗതികളും വില നിർണ്ണയത്തെക്കുറിച്ചുള്ള ക്യാബിനറ്റ് മാർഗനിർദ്ദേശങ്ങളും ഉൾപ്പെടെ നിലവിലുള്ള നിയമനിർമ്മാണ പരിഷ്കാരങ്ങളും പരിഗണിച്ചാണ് പുതിയ നയമെന്ന് സാമ്പത്തിക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അബ്ദുള്ള അഹമ്മദ് അൽ സാലിഹ് പറഞ്ഞു. ഈ ശ്രമങ്ങൾ സുതാര്യത, വിപണി സ്ഥിരത, ഉപഭോക്തൃ അവകാശങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. ശുചീകരണ ഉൽപ്പന്നങ്ങളുടെയും അനുബന്ധ വസ്തുക്കളുടെയും വില കുറച്ചിട്ടുണ്ടെന്ന് അബ്ദുള്ള അഹമ്മദ് അൽ സാലിഹ് പറഞ്ഞു. വിപണികളിൽ അവശേഷിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലും നിയമം ബാധകമായിരിക്കും. കുത്തക സമ്പ്രദായം പരിമിതപ്പെടുത്തി വിപണിയിൽ സ്ഥിരതയും ഗുണനിലവാരവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. 245 ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയത്തിൽ സുതാര്യത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മന്ത്രാലയം ഗുണനിലവാരമുള്ള ബദൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുമെന്നും അറിയിച്ചു. അതേസമയം ഈ വർഷം സ്വകാര്യ മേഖലാ കമ്പനികൾക്ക് ഈ വർഷം പൂർത്തിയാക്കേണ്ട സ്വദേശീവൽക്കരണ നിരക്ക് ഡിസംബർ 31-നകം കൈവരിക്കണമെന്ന് മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികൾ ഈ വർഷാവസാനത്തോടെ വിദഗ്ധ തസ്തികകളിൽ സ്വദേശീവൽക്കരണ നിരക്ക് 2% വർദ്ധിപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള ചില നിർദ്ദിഷ്ട കമ്പനികൾക്കും ഇതേ സമയപരിധി ബാധകമാണ്. ഈ സ്ഥാപനങ്ങൾ നിലവിൽ ജോലി ചെയ്യുന്ന സ്വദേശികളെ നിലനിർത്തി ജനുവരി 1-ന് മുൻപ് ഒരു എമിറേറ്റിയെങ്കിലും ജോലിക്കെടുക്കണം. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി വ്യാജ എമിറേറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള വഞ്ചനാപരമായ നടപടികൾ സ്വീകരിക്കുന്ന കമ്പനികളെ നിരീക്ഷിക്കാൻ ശക്തമായ സംവിധാനം ഒരുക്കിയതായി മന്ത്രാലയം അറിയിച്ചു.